ബി.ജെ.പിക്കെതിരെ വിമർശനവുമായി ദീപികയുടെ മുഖപ്രസംഗം പ്രതിപക്ഷ നേതാക്കളെ ജയിലിലിടുന്നതും പണം പിടിച്ചെടുക്കുന്നതൊന്നും നിഷ്കളങ്കമല്ല എന്നാണ് പത്രത്തിൻ്റെ വിമർശനം. വിശദാംശങ്ങളുമായി നമുക്ക് പോയി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി.ജെ.പി പഠിച്ച പണി 18 പയറ്റുമ്പോഴാണ് കത്തോലിക്ക സഭ ഈ പത്രത്തിന്റെ മുഖപ്രസംഗം ഇത്തരത്തിൽ വരുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാക്കളെ ജയിലിലിടുന്നതും പണം പിടിച്ചെടുക്കുന്നതും നിഷ്കളങ്കമല്ല എന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നിലവിൽ ദീപിക മുഖപത്രം പറയുന്നു. അഴിമതിയെ മുൻനിർത്തി ജനാധിപത്യത്തിന് നേരെ നിറയൊഴിക്കുകയാണ് എന്ന് വിമർശനം. ഇന്ത്യ ലോകത്തിന് മുന്നിൽ അപഹാസ്യമാകുന്നു. ഏജൻസികൾ ഭരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാകരുത് എന്ന മുന്നറിയിപ്പും ദീപിക മുഖപത്രത്തിൽ ഉണ്ട്. കോൺഗ്രസിനും ഈ മുഖപ്രസംഗത്തിൽ വിമർശനം ഉണ്ട്. കാരണം തങ്ങൾക്ക് പണമില്ല മത്സരിക്കാൻ എന്ന് കോൺഗ്രസ് പറയുന്നത് ഒളിച്ചോട്ടമാണ്. ഇത്രയും കാലം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ശേഷം ഒടുവിൽ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. പണമില്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഇറങ്ങൂ എന്നാണ് മുഖപ്രസംഗം ആവശ്യപ്പെടുന്നത്. ഇന്ത്യ മുന്നണി എന്ന പേരിൽ കൈകോർക്കുന്നത് മനസ്സുകൊണ്ട് ആകണം എന്നും, ഈ കൈകോർക്കുന്നത് മാത്രമല്ല വേണ്ടത്, മനസ്സുകൊണ്ടും ഒന്നാകണം എന്നാണ് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നത്. രാജാക്കന്മാരല്ല രാജ്യമാണ് വലുതെന്ന പേരിലാണ് മുഖപ്രസംഗം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ കാറ്റ് വീശുന്നത് എങ്ങോട്ട് എന്നൊക്കെയുള്ള ചില സൂചനകൾ നൽകുന്നതാണ് ഈ മുഖപ്രസംഗം എന്ന് പറയാതിരിക്കാനാകില്ല. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഷാജഹാൻ ഷാജിയുടെ അഭിപ്രായം: കെജ്രിവാളിനെ മോദി ഇടി പിടിച്ച് ജയിലിലടച്ചു. എന്തിന്? അഴിമതി തെളിയിക്കാതെ ജയിലിൽ അടയ്ക്കപ്പെടുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കെജ്രിവാൾ ജയിലിൽ കിടന്ന് വലിയ നേതാവായി ഉയരുന്നു, അടുത്ത പ്രധാനമന്ത്രിയുമാകും എന്നാണ് ഷാജഹാൻ ഷാജിയുടെ അഭിപ്രായം.